പൂരി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. ചൂട് സമയത്ത് ഇത് മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു ഡിഷ് തന്നെയാണ് വൈകുന്നേരത്തെ ചായക്ക് പകരം. അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. കുക്കറിലേക്ക് വെള്ളമിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും പൂരിയിട്ട് പൊള്ളിച്ചെടുക്കാം. പൂരിയോട് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് പൊള്ളി വന്ന് കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെക്കാം. ഈ ചൂടത്ത് ഇതൊക്കെ ഒരു ആവശ്യം എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ ഈ പൂരിയേക്കാളും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിൻ്റെ പാനിക്കാണ്. നല്ല പുതിനയില ഇട്ട വെള്ളമാണ്. ആക്ച്വലി ഈ ശരീരത്തിനും വയറിനൊക്കെ ഒരു സുഖം കിട്ടണമെങ്കിൽ ഇതൊക്കെ ഒരു ആവശ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ആ പൂരിയെല്ലാം പൊള്ളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തയ്യാറാക്കാം. ഇപ്പം എടുത്ത ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്ത് അതിലേക്ക് പിന്നെ കുറച്ച് ഉള്ളി ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും ചെറുതായി അരിഞ്ഞത് എരിവിനനുസരിച്ച്, എരിവില്ലാത്ത പച്ചമുളകാണ് നല്ലത്, ഒന്ന് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ചാട്ട് മസാല പുളിക്കനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചാട്ട് മസാല ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷസും നോർത്ത് ഇന്ത്യൻ ലൈഫും ഒക്കെയാണ് കേട്ടോ ഈ ചാനലിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. മാറ്റി വെച്ച ശേഷം ഇനി പാനി തയ്യാറാക്കുക. അതിന് പാനിപ്പൂരിയുടെ മസാല അവൈലബിൾ ആണ്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. മറ്റൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് മാത്രം. അതും അത്ര അത്യാവശ്യമൊന്നുമില്ല, ടേസ്റ്റിന് വേണമെങ്കിൽ മാത്രം. അങ്ങനെ നമ്മുടെ പാനി റെഡിയായി. ഇനി പൂരി അല്പം ഒന്ന് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി എൻജോയ്.